തളരരുതേ മനമേ, ആകുലമോ അരുതേ, പറഞ്ഞാലും വിശ്വസിക്കാനാവാത്തൊരത്ഭുതം ദൈവം ചെയ്തിടുമേ. ഒരുമിച്ച് പാടുക. തളരരുതേ മനമേ, ആകുലമോ അരുതേ, പറഞ്ഞാലും വിശ്വസിക്കാനാവാത്തൊരത്ഭുതം ദൈവം ചെയ്തിടുമേ. തപ്പുകളാലെ കിന്നരമോടെ സ്തുതിച്ചിടുക മനമേ, തപ്പുകളാലെ കിന്നരമോടെ സ്തുതിച്ചിടുക മനമേ, ആകുലമെല്ലാം ആനന്ദമാകും സ്തുതിച്ചിടുക മനമേ, ആകുലമെല്ലാം ആനന്ദമാകും സ്തുതിച്ചിടുക മനമേ. തളരരുതേ മനമേ, ആകുലമോ അരുതേ, പറഞ്ഞാലാർക്കും വിശ്വസിക്കാനാവാത്തൊരത്ഭുതം ദൈവം. തളരരുതേ മനമേ, ഒരുമിച്ച് പാടുക. തളരരുതേ മനമേ, ആകുലമോ അരുതേ, പറഞ്ഞാലാർക്കും വിശ്വസിക്കാനാവാത്തൊരത്ഭുതം ദൈവം ചെയ്തിടുമേ. തപ്പുകളാലെ കിന്നരമോടെ സ്തുതിച്ചിടുക മനമേ, തപ്പുകളാലെ കിന്നരമോടെ സ്തുതിച്ചിടുക മനമേ, ആകുലമെല്ലാം ആനന്ദമാകും സ്തുതിച്ചിടുക മനമേ, ആകുലമെല്ലാം ആനന്ദമാകും സ്തുതിച്ചിടുക മനമേ. തപ്പുകളാലെ കിന്നരമോടെ സ്തുതിച്ചിടുക മനമേ, തപ്പുകളാലെ സ്തുതിച്ചിടുക മനമേ, ആകുലമെല്ലാം ആനന്ദമാകും സ്തുതിച്ചിടുക മനമേ, ആകുലമെല്ലാം ആനന്ദമാകും സ്തുതിച്ചിടുക മനമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിങ്ങളോട് ഇനിയും ഞാൻ അധികം സംസാരിക്കുന്നില്ല. ലോകത്തിൻ്റെ അധികാരി വരുന്നു, എങ്കിലും അവൻ എൻ്റെ മേൽ കാരണമൊന്നുമില്ല. ഇതുപോലെയുള്ള ഓരോ കാലത്ത് ലോകത്തിൽ അധികാരികൾ വന്നുകൊണ്ടേയിരിക്കും. അവനെയൊന്നും വിശ്വാസികളുടെ മുന്നിൽ കാരണമില്ല. ഒരു കൊറോണയ്ക്കും അവൻ മനുഷ്യപുത്രൻ എഴുതപ്പെട്ടിരിക്കുന്ന പോലെ കടന്നു പോകും. അതാണ് ലൂക്ക 22:22 നമ്മൾ വായിക്കുന്നത്. മനുഷ്യപുത്രൻ, ഇത് കർത്താവ് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഹൃദയത്തിൽ കർത്താവിൻ്റെ വചനങ്ങൾ എഴുതിയിട്ടുണ്ട്. അവൻ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അവന് നല്ല ബോധ്യങ്ങളുണ്ട്. ഞാൻ എന്താ ദൈവപരി ഇങ്ങനെ പറയാൻ കാരണമെന്നറിയാവോ? ഈ ഒരു കാലഘട്ടം ദിശയറിയാതെ ദിക്കറിയാതെ ജീവിതം ഇരുട്ടിൽ നിൽക്കുന്നൊരു കാലഘട്ടത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്നാണ് കർത്താവിൻ്റെ വചനം എഴുതിയിരിക്കുന്നത്. ആ കപ്പൽ യാത്രയിൽ അവരെന്താ ചെയ്തത്? 27-29 തിരുവചനം നടപടി പുസ്തകം. ആ കപ്പൽ യാത്ര എന്താ ചെയ്തത്? ഞങ്ങൾ 4 നങ്കൂരങ്ങൾ ഇറക്കിയെന്ന്. അതായത് ഈ കുടുംബമില്ലേ, ഈ കപ്പലല്ലേ ഇടിച്ച് തകരുമെന്ന് കണ്ടപ്പോൾ 4 നങ്കൂരങ്ങൾ ഇറക്കിയെന്നാണ്. അത് കേട്ടപ്പോഴെൻ്റെ മനസ്സിൽ വന്നത് എന്താ അറിയാവോ? ദിക്കറിയാതെ വരുമ്പോൾ, ദിശയറിയാതെ വരുമ്പോൾ നമ്മുടെ പ്രാർത്ഥനാധ്യാത്മ ജീവിതത്തിൽ നിന്ന് ഈ മഹാസമുദ്രത്തിലേക്ക് നമ്മൾ 4 നങ്കൂരങ്ങൾ ഇറക്കും. എന്തൊക്കെയാണ്? വിശ്വാസം, പ്രത്യാശ, സ്നേഹം, സമർപ്പണം. ഇതാണ് 4 നങ്കൂരം. നമ്മൾ 27-29 പറയുന്ന കപ്പൽ ഇടിച്ച് തകരാൻ പോയപ്പോൾ, ഞങ്ങൾ പാറയിലിടിച്ച് തകരാൻ പോകുമ്പോൾ ഒരു കുടുംബം തകരാൻ പോവുകയാണ്. അപ്പോഴെന്ത് ചെയ്യണം? 4 നങ്കൂരങ്ങൾ നമുക്ക് ഇറക്കണം. അതാണ് നമ്മുടെ പാരമ്പര്യം, വിശുദ്ധ പാരമ്പര്യം. അപ്പോൾ ഞങ്ങൾ 4 നങ്കൂരങ്ങൾ, വിശ്വാസം, പ്രത്യാശ. വിശ്വാസം നങ്കൂരം തന്നെയാണ്, വിശ്വാസത്തിൻ്റെ അടയാളം തന്നെ നങ്കൂരമാണ്. പ്രത്യാശ, പിന്നെ എന്താണ്?
ദൈവസ്നേഹം. പിന്നെന്താ? അതായത് നമ്മൾ വിശ്വാസത്തോടെ ജീവിക്കും, നമ്മൾ പ്രത്യാശയോടെ ജീവിക്കും, നമ്മൾ ദൈവത്തെയും മനുഷ്യനെയും സ്നേഹിച്ച് ജീവിക്കും. സർവോപരി ഞങ്ങൾ കര പറ്റുകയില്ലെന്ന് തോന്നിയെന്ന് പൗലോസപ്പ ഞങ്ങൾ ഇതിവിടെ അവസാനിപ്പിക്കുമെന്ന് തോന്നി. അപ്പോൾ ഞങ്ങൾ 4 നങ്കൂരങ്ങൾ ഇറക്കി. അതാണ് സമർപ്പണം. കർത്താവിൻ്റെ ഇഷ്ടം പോലെ നിറവേറട്ടെ എന്ന്. എന്തൊരു മനോഹരമാണ് ബൈബിള്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 സ്തോത്രം, സ്തോത്രം. ആരാധന, 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 ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആ പ്രാർത്ഥന, കപ്പലിലുള്ള പ്രാർത്ഥനാ കാര്യങ്ങളിൽ പൗലോസിനെ കർത്താവ് ഒരു വെളിച്ചം കൊടുത്തു. പൗലോസോട് പറഞ്ഞു, നിന്നെ പ്രതി ഞാൻ ഈ കപ്പലിലുള്ളവരെല്ലാവരെയും രക്ഷിക്കും. 260 പേരെ പറ്റി ഉണ്ടായിരുന്നേ കപ്പലിലെ. നിന്നെ പ്രതി ഞാൻ ഈ കപ്പലിലുള്ള എല്ലാവരെയും രക്ഷിക്കും. അത് കർത്താവ് അത് അക്ഷരാർത്ഥത്തിൽ അങ്ങനെ സംസാരിച്ചു. അതാണ് 27-ന്റെ 24, നടപടി 27, 24, 25. ആ 25-ലാണ് കൃത്യമായിട്ട് പറയണത്, നിന്നെ പ്രതി ഈ കപ്പലിലുള്ള ജനങ്ങളെയും ഞാൻ നിനക്ക് തരുമെന്ന്, നിന്നെ പ്രതി നിനക്ക് ഏൽപ്പിച്ച് തരുമെന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്നെ പ്രതി ഞാൻ അവരെ സംരക്ഷിക്കുമെന്നാണ്. അതുകൊണ്ട് പൗലോസ് അവിടെ പറയും, കപ്പൽ തകർന്നു പോണേ പോട്ടെ, നമുക്ക് ജീവിച്ചിരുന്നാൽ നമ്മൾ 10 കപ്പലുണ്ടാക്കും, പക്ഷെ നമ്മൾ ജീവിച്ചിരിക്കണം. അതുകൊണ്ട് എൻ്റെ ദൂതൻ, കർത്താവിൻ്റെ ദൂതൻ എന്നോട് പറഞ്ഞു രാത്രി, അതാണ്, ഇതിൽ ആരും നശിച്ചു പോകത്തില്ല. നീ റോമിൽ പോയി സീസറിന് മുമ്പ് നിൽക്കുക തന്നെ ചെയ്യും. നിന്നെ പ്രതി നിൻ്റെ കൂടെയുള്ള ജനങ്ങളെ ഞാൻ സുരക്ഷിതരാക്കുമെന്ന്. എൻ്റെ ദൈവവേദനെ, നിൻ്റെ കുടുംബത്തിൽ ഒരാൾ മതി വിശ്വാസമുള്ള. ഈ 4 നങ്കൂരം ഇറക്കാൻ പറ്റണ ഒരാൾ മതി കുടുംബത്തിൽ. ഇപ്പം നിങ്ങൾ പറയാം, എൻ്റെ മകന് വിശ്വാസമില്ല, ഭർത്താവിന് വിശ്വാസമില്ല, എൻ്റെ വീട്ടിൽ ആർക്കും വിശ്വാസം, അമ്മായിയമ്മ പ്രാർത്ഥന ചെല്ലത്തില്ല. ആ സമയത്ത് അവർ സീരിയൽ കാണുകയാണ്. എൻ്റെ അമ്മേ, ഞാൻ ഈ കൊറോണക്കാലം മുമ്പ് കേട്ടോണ്ടിരുന്ന ഇതാണ്. പല മരുമക്കളും വന്ന് എന്നോട് പറഞ്ഞ ഇതാണ്, അച്ഛാ ഞാൻ ഒത്തിരി കൊതിച്ചും പ്രാർത്ഥിച്ചൊക്കെയാണ് ഈ കുടുംബത്തിൽ കെട്ടി പോകുന്നത്, പക്ഷേ ഇവിടുത്തെ അമ്മായിയമ്മ പള്ളിയിലും പോകത്തില്ല, പ്രാർത്ഥനയും ചെല്ലത്തില്ലെന്ന്. ആ സമയത്ത് അവർ സീരിയൽ കാണുമെന്ന്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഈ കാലങ്ങളിൽ വന്നൊരു മാറ്റം, വല്യമ്മമാർ വെള്ളം ഒടിക്കും, സീരിയലും കാണും. അപ്പം അതായത് വഴിപിഴച്ച മുതിർന്നവർ പോലും തല ചീഞ്ഞിരിക്കണല്ലേ. ഇപ്പം നമ്മളൊരു മത്സ്യം മേടിക്കുമ്പോൾ ആൾക്കാർ ഈ സൈക്കിൾക്കാരോട് എന്താ ചെയ്യണത്, അതിൻ്റെ ചെകിള അങ്ങോട്ട് പൊക്കി നോക്കും. എന്നാ കാര്യം, ചെകിളക്ക് കളർ വ്യത്യാസം ഉണ്ടാകുന്നതാണ് നോക്കണത്. തല ചീഞ്ഞ ഉടൽ ഇപ്സഭാഗത്ത് ചീഞ്ഞിരിക്കും. വല്യമ്മമാർ വെള്ളം അടിക്കാനും സീരിയൽ കാണാനും തുടങ്ങിയപ്പോഴേ തല ചീഞ്ഞില്ലേ. പിന്നെ എന്തിനാണ് ഈ ഭൂമി നിലനിർത്തിയിട്ട് ദൈവത്തിന് എന്നാ കാണിക്കാനാ? ഓരോ ദുരന്ത മരണങ്ങളും ഇപ്പം 2.5 ലക്ഷം പേര് മരിച്ചില്ലേ. ഈ ഭൂമി നിലനിർത്തണം കൊണ്ട് ദൈവത്തിന് എന്ത് ചെയ്യാനാണ്? ദൈവത്തിന് എന്തുണ്ടാകാനാണ്? എന്ത് മഹത്വം ഉണ്ടായി? അപ്പോൾ ദൈവത്തെ മറന്ന് ജീവിക്കുമ്പോഴേ ഇതുപോലുള്ള അശനിവാദങ്ങളൊക്കെ നമ്മൾ വിളിച്ചു വരുത്തുകയാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഒരു കുടുംബത്തിൽ ഒരാളുണ്ടായാലും മതി. പൗലോസ് അതുകൊണ്ടാണ് 27-25 നിന്നെ പ്രതി ഈ ജനങ്ങളെ ഞാൻ സുരക്ഷിതമായി നിനക്ക് ഏൽപ്പിച്ചു തരുമെന്ന്. ദൈവവേദനെ, നിൻ്റെ കുടുംബത്തിൽ നീ മാത്രമേ പ്രാർത്ഥിക്കാനുള്ളൂ, നീ മാത്രമേ വിശ്വസിക്കാനുള്ളൂ, നീ മാത്രമേ ദൈവത്തെ ശരണപ്പെടുന്നുണ്ടെങ്കിൽ നിൻ്റെ ഒറ്റ ബലത്തിൽ കർത്താവ് നിൻ്റെ കുടുംബത്തെ രക്ഷിക്കുമെന്ന് ഓർക്കണം. അതുകൊണ്ട് ഈ കുടുംബത്തിന് രക്ഷപ്പെടാൻ വേണ്ടി, കുടുംബത്തെ നിലനിർത്താൻ വേണ്ടി നീ വിശ്വാസിയായി നിലനിൽക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, ആരാധന, ഹല്ലേലൂയ, 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 ആരാധന, 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 ആരാധന.
പേര് അശ്വതി. ഞാൻ 2018 ഇവിടെ വരുന്നത്. അതിനു മുന്നേ ഞാൻ ഇതുവഴിയൊക്കെ കോളേജിലൊക്കെ പോകുന്നുണ്ടെങ്കിലും എനിക്ക് ഇവിടെ പള്ളിയാണെന്നോ ഇവിടെ എന്താണെന്നോ ഒന്നും അറിയത്തില്ലായിരുന്നു. 2018 ആ ടൈമിൽ ഞാനിവിടെ വന്നത്. അപ്പോൾ ഇങ്ങനെ തിരക്കൊക്കെ ഉണ്ടെങ്കിൽ എനിക്കറിയില്ല. അപ്പം ഞങ്ങൾ 23 വർഷമായിട്ട് വീടില്ലാതെ വാടകയ്ക്കായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ ചെറുപ്പകാലം തൊട്ട് ഈ അടുത്ത ഒരു 2019 വരെ ഞങ്ങൾ വാടകയ്ക്കായിരുന്നു താമസിച്ചിരുന്നത്. അപ്പോൾ ഇങ്ങനെ വീട് വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരുന്ന ആ സമയത്ത്, അതായത് കോളേജിൻ്റെ ആ ഒരു ടൈമിൽ എൻ്റെ പല്ലിൽ സൈഡിലായിട്ടൊരു മുഴ പോലെ വരികയും അതുകൊണ്ട് ഒരു 3 മാസത്തോളം ഞാൻ ഹോസ്പിറ്റൽ മൊത്തം കയറി ഇറങ്ങി. പക്ഷേ അത് എന്താണെന്ന് കണ്ടുപിടിക്കാനോ അതിനകത്ത് എന്താണെന്നോ ഒന്നും ഡോക്ടേഴ്സിന് പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. എല്ലായിടത്തും കയറി ഇറങ്ങിയപ്പം മെഡിക്കൽ കോളേജ് ചെന്നപ്പോഴത്തേക്കും അവരത് പഠിക്കുന്ന പോലെ പിള്ളേരൊക്കെ ഇങ്ങനെ അറയ്ക്കുന്ന രീതിയിലുള്ള ഒരു മുഴയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ചേച്ചി നമ്മുടെ വീട്ടിൽ വരികയും ഇവിടുത്തെ ഒരു തൈലം തരികയും ചെയ്തു. അപ്പം എനിക്കറിയില്ല, അമ്മ ഇങ്ങനെ കൊണ്ടു തന്നു, നീ ഇതൊന്ന് തേച്ച് നോക്കുക. അവരിങ്ങനെ പറയുന്നു, അമ്മയ്ക്ക് പരിചയമുള്ളതാണെന്നു. അവരിങ്ങനെ പറയുന്നു, നീ ഒന്ന് തേച്ച് നോക്കാൻ പറഞ്ഞു. ഞാനങ്ങനെ ഇട്ടു. പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും ആ മുഴ കാണുന്നില്ല. ഞാൻ തന്നെ ഞെട്ടിപ്പോയി, ഇത് എവിടെ പോയി എന്താണെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ അവരിങ്ങനെ പള്ളിയിലെ കാര്യങ്ങൾ പറയുകയും ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ചെയ്തു. അപ്പം നമ്മൾ കുറച്ച് നിയോഗങ്ങളൊക്കെ എഴുതുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ കറക്റ്റായിട്ട് അച്ഛൻ്റെ ടോക്കോ ധ്യാനമോ ഒന്നും കൂടുന്നില്ലായിരുന്നു. നമ്മൾക്ക് ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല, അറിയത്തില്ല. അപ്പം ഇങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ കുറേ പ്രശ്നങ്ങൾ വരാൻ തുടങ്ങി. പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പ്രശ്നങ്ങൾ. കോവിഡിന് മുന്നേ ആയിട്ട് വീട്ടിൽ പ്രശ്നങ്ങൾ, ചേച്ചിയുടെ ഹസ്ബൻഡ് മരിച്ചുപോയി കോവിഡായിട്ട്, പിന്നെ വീടില്ല, സ്ഥാപനം ഒരു ചെറിയ സ്ഥാപനമായിരുന്നു, അത് നമുക്കങ്ങനെ വലിയ വരുമാനങ്ങളൊന്നും ഇല്ല, വീടില്ല, മൊത്തം ബിഗ് സീറോയിലായിപ്പോയി. അപ്പോൾ ഞാൻ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ചേച്ചിയോട് പറഞ്ഞു, നമുക്കെന്നെങ്കിൽ അച്ഛനെ പോയി ഒന്ന് കാണാം. പക്ഷെ അപ്പോഴും എൻ്റെ ഉടമ്പടി കറക്റ്റായിട്ട് എനിക്ക് പാലിച്ച് വരാനോ പ്രോപ്പറായിട്ട് ഞാൻ പുതുക്കാറോ ഇല്ല. അപ്പം പിന്നെ എങ്ങനെ അച്ഛനെ കാണും? അങ്ങനെ ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ പേരിൽ കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു, ഒരു 18 സെൻറ്റ് സ്ഥലം ഉണ്ടായിരുന്നു. പക്ഷെ അത് ഈ കണ്ടം പോലെയാണ് കിടക്കുന്നത്. അതിനകത്ത് കുറേ പ്രശ്നങ്ങളുണ്ട്. അതിൽ ആധാരം ഇനി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ തന്നെ ആധാരത്തിൽ നമ്മൾ വില്ലേജിൽ കാണിച്ചപ്പോൾ കുറേ പ്രശ്നങ്ങൾ, അതായത് തിരുത്തിക്കൊണ്ട് വരണം, അതിൽ കരമടയ്ക്കാൻ പറ്റത്തില്ല, അങ്ങനെയൊക്കെയാണ് പുള്ളി പറഞ്ഞത് വില്ലേജിൽ നിന്ന്. അപ്പം ഞാനും ചേച്ചിയും കൂടെ ഇവിടെ വന്ന് ഫ്രണ്ടിൽ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞത്, ഞങ്ങൾ 2 പെൺപിള്ളേരാണ്, ഞങ്ങൾക്ക് ഇനി ഇതല്ലാതെ ഞങ്ങൾക്ക് വേറൊരു നിവർത്തിയില്ല അമ്മേ, ഇതിൽ നിന്ന് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്തു തരണം, ഇത് തിരുത്തിക്കൊണ്ട് വരാനാണ് പറയുന്നത്, ഞങ്ങൾക്ക് ഇതിന് നിവർത്തിയില്ല അമ്മ, ഇതിൽ ഇടപെടണമെന്ന് പറഞ്ഞ് തിരിച്ച് ഞങ്ങൾ വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെല്ലുന്നതിന് മുന്നേ ആയിട്ട് അച്ഛനെ കണ്ടപ്പോൾ പറഞ്ഞ്, അത് നമുക്ക് പ്രശ്നമൊന്നും ഇല്ലെന്ന് എൻ്റെ അടുത്തൊരു വക്കീൽ പറഞ്ഞു, നീ അത് ചെയ്തോ, ആധാരത്തിലെ പ്രശ്നമല്ലേ, അത് അവരുടെ തെറ്റാണ്, നമ്മുടെ തെറ്റല്ലല്ലോ, ആധാരത്തിൽ അങ്ങനെ എന്തോ വിഷയം ഉണ്ടെങ്കിലും വില്ലേജിൽ എന്തോ കരമടച്ച ആ കരത്തിൽ തമ്മിലാണ് പ്രശ്നം, നിങ്ങളത് ചെയ്തോളാൻ എന്ന് പറഞ്ഞു. അപ്പോൾ ആ ധൈര്യത്തിൽ നമ്മൾ വില്ലേജിൽ ചെന്നപ്പോൾ അവർ വന്ന് നോക്കിയിട്ട് പറഞ്ഞത് നടക്കത്തില്ല, നിങ്ങൾ തിരുത്തിക്കൊണ്ട് വരാൻ പറഞ്ഞു. അപ്പോൾ ഒരു 2-3 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ആ വില്ലേജ് ഓഫീസർ അവിടെ നിന്ന് മാറിപ്പോയി, വേറൊരു വില്ലേജ് ഓഫീസർ വന്നു. അപ്പം ഞാൻ വീണ്ടും ചെന്നപ്പോൾ പുള്ളി അത് വന്ന് പോലും ഒന്നും നോക്കാതെ പുള്ളി നമുക്കത് സെറ്റ് ചെയ്ത് അതിൽ സൈൻ ചെയ്ത് പെർമിറ്റ് തന്നു. അങ്ങനെ നമ്മൾ വീട് പണി വെറും 5 ലക്ഷം രൂപയ്ക്ക് ഉണ്ടായിരുന്ന സ്വർണ്ണം എല്ലാം കൂടെ പണയം വെച്ചാണ് നമ്മൾ വീട് പണി സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ വീട് പണി സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ ഒരു 8 മാസം കൊണ്ട് എവിടുന്നൊക്കെയോ പൈസ വന്ന് നമ്മളൊരു 35-36 ലക്ഷം രൂപയുടെ വീട്, അത് നമുക്ക് സ്വപ്നം പോലും കാണാത്തൊരു ഭവനമാണ് അമ്മ തന്നത്. അതിനെനിക്ക് അമ്മയോട് 1000 നന്ദി പറയുന്നു. അത് കഴിഞ്ഞ് നമ്മൾ വീട് വെച്ചു. അപ്പം നമ്മുടെ കയ്യിൽ ഫുൾ പൈസയും കടമൊക്കെ കുറച്ചുണ്ട്, പിന്നെ നമ്മുടെ സ്വർണ്ണമൊക്കെ എങ്ങനെയോ വെച്ചിട്ടാണ്, നമ്മൾ എങ്ങനെയാണ് വെച്ചതെന്ന് വെച്ചാൽ നമുക്കറിയത്തില്ല, അത് അമ്മയുടെ ഒരു ഇടപെടലാണ് നമ്മുടെ ഭവനം എന്ന് പറയുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ പിന്നെ ഒരു ചെറിയ സ്ഥാപനം നമുക്ക് പാതിരപ്പള്ളിയിൽ അകത്തേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. അത് കുറച്ചുള്ളിലേക്കാണ്, ചെറിയൊരു സ്ഥാപനമാണ്. അപ്പോൾ ചേച്ചിയായിരുന്നു അത് നോക്കിക്കൊണ്ടിരുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, ചേച്ചി പറഞ്ഞു, ഇതിനി എന്ത് ചെയ്യും, ഇതിനകത്ത് നമുക്ക് ഒരുപാട് പൈസയൊന്നും നമുക്ക് കിട്ടുന്നില്ല, ഇനി മുന്നോട്ട് പോയാൽ ഇതിൻ്റെ ലൈസൻസും പുതുക്കാൻ പറ്റത്തില്ല, കാരണം ചെറിയ സ്ഥാപനങ്ങളെല്ലാം അടയ്ക്കണമെന്നാണ്. ഇപ്പം മെഡിക്കലിൽ കുറേ പ്രോബ്ലം ഉണ്ട്, ചെറിയ ലാഭമൊന്നും പറ്റത്തില്ല എന്നും പറഞ്ഞ് ഇങ്ങനെ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോവുക. അപ്പം ഞാൻ പറഞ്ഞു,
ഞാനെന്തായാലും ഈ ആ സമയത്ത് ഞാൻ വന്ന് ഉടമ്പടി പുതുക്കി ഇവിടെ വന്ന് അച്ഛൻ്റെ ഇത് ടോക്കൊക്കെ കാണുകയും ധ്യാനം കൃത്യമായിട്ട് കൂടുകയൊക്കെ ചെയ്ത്. അപ്പം ഞാൻ പറഞ്ഞു താൻ എൻ്റെ കൂടെ വാ. ഞാൻ പറഞ്ഞ് ഈ കൊച്ചു ലോണിനെ അന്വേഷിക്കാനായിട്ട് പോയി. അപ്പം ഞാൻ പറഞ്ഞ് എന്നാൽ നീ എൻ്റെ കൂടെ പള്ളി വരാൻ പറഞ്ഞ് വരും, ഉടമ്പടിയൊന്നും എടുക്കത്തില്ല, അങ്ങനെ വലിയ വിശ്വാസമുള്ള ഒരു ആളല്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ലോൺ റിജക്ഷനായിപ്പോയി. അപ്പോൾ റിജക്ഷനായി പോയപ്പോൾ ഞാൻ പറഞ്ഞ് നീ അതിങ്ങി താ, ഞാൻ അച്ഛനെ പോയി കാണാം, പക്ഷേ നീ ഉടമ്പടിയിലല്ലാത്ത കൊണ്ട് ചിലപ്പോൾ കാണാൻ പറ്റുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, എന്നാലും അമ്മ അനുവദിക്കുവാണെങ്കിൽ ആര് നമ്മളെ മാറ്റി നിർത്തിയാലും അമ്മ നമ്മളെ അവിടെ എത്തിക്കുമെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ റിജക്ഷനായ പേപ്പർ നമ്മൾ ലോണിനായിട്ട് സ്ഥാപനത്തിന് ലോണിനായിട്ട് ചെന്നപ്പോഴത്തേക്കും പുള്ളി പറഞ്ഞ് ഇത് ഇത്രയും ഇരിക്കുന്ന കണ്ടില്ലേ, ഇത് ഇത്രയും റിജക്ഷൻ ആയതാ, ഇത് ഇത് പോയിട്ടുണ്ടെങ്കിൽ ഒരു സ്കോർ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടത്തില്ല, കാരണം ഇത്രയും പേപ്പർ ഇവിടെ റിജക്ഷൻ ആയിട്ടിരിക്കുക, പിന്നെ നിങ്ങൾക്കിത് എങ്ങനെ കിട്ടുമെന്ന് മാനേജറുകളോട് ചോദിച്ചു. സിബിൽ സ്കോർ തനിക്ക് കുറവാണ്. സിബിൽ സ്കോർ എന്ന് പറഞ്ഞാൽ ഇത് ഈടില്ലാത്തൊരു ലോണാണ്, അതായത് വുമൺസിന് വേണ്ടിയിട്ടുള്ള ഒരു ലോണായിരുന്നു. അപ്പോൾ നമ്മൾ 12 ലക്ഷം രൂപയാണ് അത് എടുക്കാനായിട്ട് ഉദ്ദേശിച്ചത്, മിഷനറി മേടിക്കാനായിട്ട് ലാബിനായിട്ട്. അപ്പോൾ പുള്ളിക്കാരിക്ക് അത് ഇല്ല, ട്രാൻസാക്ഷൻ്റെ പ്രശ്നം കാരണം അവർ കൊടുക്കില്ല, അത് സിസ്റ്റം മൂവ് ആവുന്നില്ലെന്നാണ് പറഞ്ഞത്. അപ്പോഴേക്കും നമ്മൾ ലോണിനായിട്ട് കുറേ കടം മേടിച്ച് അത് അത്രയും പേപ്പേഴ്സ് എത്തിച്ചിരിക്കുക. അവിടെ ബഹളമായി, ആളും മാനേജറുമായിട്ട് ഇടിയായി. അപ്പോൾ പുള്ളി തരുന്നില്ല എന്നുള്ള രീതിയിലായി. പിന്നെ ഞങ്ങൾ ഒത്തിരി പറഞ്ഞ് ഞാൻ അങ്ങനെ പറഞ്ഞ് ആ റിജക്ഷനായ പേപ്പറിൻ്റെ ഒരു കോപ്പി തന്നിട്ട് ഇങ്ങനെ തലയാട്ടി കാണിച്ച് എന്തായാലും ഇത് കിട്ടാൻ പോകുന്നില്ല, ഞാനിവിടെ ഉണ്ടെങ്കിൽ എനിക്കറിയാമല്ലോ, ഞാൻ ഇത്രയും പേപ്പർ ഇവിടെ ഇരിക്കുവാണ്, ഇത് നിങ്ങൾക്ക് കിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാനിവിടെ വന്ന് ആ പേപ്പറുമായിട്ട് അച്ഛനെ കാണാനായിട്ട് നിന്ന്. അപ്പോൾ എൻ്റെ ചേച്ചിയുടെ പേപ്പറും എൻ്റെ ഉടമ്പടിയുമാണ്, അങ്ങനെ കാണാൻ പറ്റില്ല എന്നൊന്നും ചെയ്യുമ്പോൾ ആ സമയത്ത് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ എൻ്റെ ബുദ്ധിമുട്ട് കൊണ്ട് ഞാൻ അവിടെ നിന്ന് കൊന്ത ചൊല്ലി രണ്ടാമത്തെ രഹസ്യമായപ്പോഴത്തേക്കും എന്നെ കയറ്റി വിട്ടു. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ ലാസ്റ്റ് ഇവിടെ ഒന്ന് നിൽക്കുവാണ്. അപ്പോൾ ചേച്ചീനെ വിളിച്ചുകൊണ്ട് വാ, നീ അച്ഛനെ ഒന്ന് കാണാമല്ലോ, എൻ്റെ കാര്യങ്ങളെല്ലാം നിൻ്റെ അവസ്ഥകളെല്ലാം പറയാമെന്ന് എൻ്റെ മനസ്സിലിങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ ലാസ്റ്റ് ആയപ്പോഴത്തേക്കും ഓടിപ്പോയി. എൻ്റെ വീട് അടുത്താണ്, 4 കിലോമീറ്ററേ ഉള്ളൂ. ഇവിടെ ചേച്ചി വിളിച്ചുകൊണ്ട് വന്ന് ഇവിടെ നിന്ന് എന്നിട്ട് ലാസ്റ്റ് അച്ഛൻ. അപ്പം ഞങ്ങൾ അവിടെ എത്തിയപ്പോഴത്തേക്ക് എല്ലാവരെയും കണ്ട് കഴിഞ്ഞു, ഞങ്ങൾ അവിടെ വരെ എത്തിയുള്ളൂ. ഓടി വന്ന് ഞങ്ങൾ ഇവിടെ നിന്നു. അപ്പം എന്നെ മാത്രമേ കയറ്റി വിടുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ചേച്ചി പുറത്തിൽ നിന്നു. എന്നിട്ട് ഞാനിങ്ങനെ അച്ഛൻ്റെ കയ്യിൽ ആ പേപ്പർ കൊടുത്തു. അച്ഛൻ അത് വെച്ച് പ്രാർത്ഥിച്ചു തിരിച്ചു വന്നു. എന്നിട്ട് എന്നെ ഇങ്ങനെ നോക്കി. അപ്പം ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. അച്ഛൻ എന്നോടൊന്നും ഇങ്ങോട്ട് പറയുന്നുമില്ല. അപ്പം എനിക്ക് ഭയങ്കര വിഷമമായി. അപ്പം അച്ഛൻ ലാസ്റ്റിനടുത്ത് പറഞ്ഞ് ഇങ്ങനെ ആ കാര്യം കേട്ടിട്ട് അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞ് നീ ഈ കാശ് രൂപ അവൾക്ക് കൊടുത്തേക്കാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് സന്തോഷമായി, എൻ്റെ ലോൺ പാസ്സായി എന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു. അങ്ങനെ ഞാൻ എൻ്റെ ചേച്ചിക്ക് അത് കൊടുത്തു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോയി. ബാക്കി ചേച്ചി പറഞ്ഞു. എനിക്കാണെങ്കിൽ ഒരു വിശ്വാസവും ഇല്ലായിരുന്നു. ഇപ്പം ഇവളെൻ്റെ അടുത്ത് പറഞ്ഞ് അത് ഉറപ്പാണ് കിട്ടുമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞു അത് വെറുതെയാണ്, അങ്ങനെയൊന്നും കിട്ടത്തില്ല, പുള്ളി എങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവാണല്ലോ കിട്ടില്ല എന്ന്. പക്ഷേ ഞങ്ങളിത് 1 മാസം വെയിറ്റ് ചെയ്തു. 1 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് ക്രെഡിറ്റ് സ്കോർ ചെക്ക് ചെയ്ത് തരട്ടേന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, എൻ്റെ ഫോണിൽ ചെക്ക് ചെയ്തോളാം, എനിക്കറിയാമെന്ന് പറഞ്ഞു. പക്ഷേ അവർ പറഞ്ഞ് ക്രെഡിറ്റ് സ്കോർ ചെക്ക് ചെയ്യുന്നതാണെന്ന് പറഞ്ഞ്. അങ്ങനെ ഞങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പം എനിക്ക് എത്രയാണോ സ്കോർ വേണ്ടത് 567 വേണ്ടത്, ആ 567 തന്നെ തന്ന് എനിക്ക് സിബിൽ സ്കോർ കൂട്ടി തന്നു 1 മാസമായപ്പം. അപ്പോഴും ഞാൻ ഇവളോട് പറഞ്ഞു ഇത് തനിയെ വന്നിട്ടുള്ളതായിരിക്കും, ഇത് അങ്ങനെയൊന്നും കൂടി വരത്തില്ല, ഇത് തനിയെ വന്നതാ, അല്ലാതെ അവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടൊന്നും അല്ല എന്ന് പറഞ്ഞ്. അപ്പോൾ ഇനി ഈസി ആയിട്ട് കിട്ടും എന്ന് ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ചു. അപ്പോൾ ഇവൾ ഭയങ്കര പ്രാർത്ഥനയാണ്. ഞാൻ പറയും നിനക്ക് വേറൊരു പണിയില്ലേ, 24 മണിക്കൂർ നീ സാക്ഷ്യം കേൾക്കലും അച്ഛൻ്റെ ധ്യാനം കൂടലുമാണ്, ഇത് നിർത്തി വെക്കാവോ എന്ന് വരെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോഴെനിക്കിതൊരു വിശ്വാസമില്ല ഇവളിലൂടെ ഇവിടെ വരുമെങ്കിലും. ഇവളെൻ്റെ അടുത്ത് പറഞ്ഞു നീ സ്കോർ കൂടുമ്പോൾ തന്നെ നീ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ 3 മാസത്തേക്കല്ലേ ഞാൻ എടുക്കാം, 3 മാസം കഴിയുമ്പം വേണ്ടെങ്കിൽ നിർത്താമല്ലോ. അങ്ങനെ ഞാൻ വിചാരിച്ച് ഞാൻ പോയി. ബാങ്കിൽ ചെന്നപ്പം അതിലും വലിയൊരു ടാസ്ക്കായിരുന്നു. ഈ 2 ചെറിയ പിള്ളേർ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഈ 18 ലക്ഷം രൂപയുടെ ലോൺ ഞങ്ങൾക്ക് കിട്ടും. 18 വെച്ചാൽ ബാക്കി നമ്മൾ 12 നമുക്ക് കിട്ടുള്ളൂ മിഷ്യൻ്റെ പൈസ, ബാക്കി നമ്മൾ അടയ്ക്കണം.
അപ്പം ഇതെങ്ങനെ തരും, നിങ്ങൾക്ക് എങ്ങനെ തരും, ഈ 2 ചെറിയ പിള്ളേരല്ലേ, നിങ്ങൾ എങ്ങനെ തിരിച്ചടയ്ക്കും, ഒന്നാമത് ഇത് ഈടില്ലാത്ത ലോണാണ്, അപ്പോൾ അത് തരാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞ്. അപ്പം ഞങ്ങൾ അന്ന് വിഷമിച്ച് പോന്നു. ഇവിടെ വന്നിരുന്ന് സംസാരിച്ച് മാതാവിൻ്റെ അടുത്ത്, ഞങ്ങൾക്ക് സ്കോർ കൂട്ടിത്തന്ന നീയാണെങ്കിൽ ഞങ്ങൾക്കിത് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിത്തരണമെന്ന് പറഞ്ഞ്. രണ്ടാമത് ഞങ്ങൾ ചെന്നു, വീണ്ടും അവരങ്ങനെ തന്നെ പറഞ്ഞു. പക്ഷെ അന്ന് ഞങ്ങൾ അവിടെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത്. മൂന്നാമത് മാനേജറുമായിട്ട് സംസാരിക്കാൻ അവരെന്നെ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവർ 2 പേരും മാനേജറും. അപ്പം ഞങ്ങൾ ഒറ്റയ്ക്ക് പോകാൻ പേടിയായിട്ട് മിഷേൻ്റെ സർവീസ് ചെയ്യുന്ന ആളെ കൂടെ ഞങ്ങൾ കൊണ്ടുപോയി ഒരു ധൈര്യത്തിലും. പക്ഷേ ഞാൻ അവിടെ ചെന്നിട്ട് ഞാൻ തന്നെയാണ് അവരെ കൺവിൻസ് ചെയ്യിച്ചത്. ഒരിക്കലും എനിക്ക് അങ്ങനെ പറയാനുള്ളൊരു ധൈര്യം പോലും ഇല്ല. പക്ഷേ ഞാൻ അവരെ കൺവിൻസ് ചെയ്യിച്ച് അവരന്ന് തന്നെ എനിക്ക് ലോണിനുള്ള സാങ്ഷനുള്ള പേപ്പർ തന്നു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പോന്നു. ലോൺ പാസ്സായി, പണിയെല്ലാം തുടങ്ങി, ലാബിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞു. പക്ഷേ ഞാൻ ഇവളടുത്ത് പറഞ്ഞായിരുന്നല്ലോ ഇവിടെ വന്ന് ഉടമ്പടി പാലിച്ചോളാന്ന്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ സുഖമായി പോയി കിടന്നുറങ്ങി. അങ്ങനെ 3 മാസത്തെ പത്രം ഞങ്ങളുടെ കയ്യിൽ ഇരുന്ന് കൂടാൻ തുടങ്ങി. അപ്പം ലാബിൽ സ്റ്റാഫൊക്കെ ഉണ്ട്, 3 പേര് സ്റ്റാഫുണ്ട്. പക്ഷേ അവിടെ ഓരോ പ്രശ്നങ്ങൾ വരാൻ തുടങ്ങി. സ്റ്റാഫ് പോയി, ഞാൻ വീണ്ടും ലാബിൽ കയറി. രാവിലെ 6:30 കയറുന്ന ഞങ്ങൾ 9 മണിക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങി. അപ്പോൾ ഇവൾ എന്നെ അവിടെ ഇരുത്തിയിട്ട് അപ്പം നോക്കിയപ്പോൾ ഇത്രയും പത്രം കൂടിയിരിക്കുക. അപ്പം അങ്ങനെ ഭയങ്കര പ്രശ്നങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുക. ഞങ്ങൾക്ക് എങ്ങും പോകാൻ പറ്റുന്നില്ല. അങ്ങനെ എന്നെ അവിടെ അമ്മ ലോക്ക് ചെയ്ത്, വീട്ടിൽ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരുന്ന ഞാൻ അവിടെ ലോക്കായി. അപ്പോൾ ഇവള് നോക്കിയപ്പോഴത്തേക്ക് പത്രം ഇത്ര ഇരിക്കുക. അപ്പം ഇവൾക്ക് മനസ്സിലായി കറക്റ്റായിട്ട് പ്രേക്ഷിത വേല ചെയ്യുന്നില്ല എന്ന്. ഞങ്ങൾക്ക് അത്രയും വലിയൊരു സ്കോർ തന്ന് ഇത്രയും വലിയൊരു സ്ഥാപനം തന്നതാണ്, പക്ഷെ നമ്മളത് പാലിക്കുന്നില്ല എന്ന് മനസ്സിലായി. അപ്പം തന്നെ ഇവള് പത്രമായിട്ട് ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ അത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ DMO ഓഫീസിൽ നിന്ന് വന്നു, നിങ്ങൾ ലൈസൻസ് എടുത്തിട്ടില്ല, ഇമ്മീഡിയറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യണമെന്ന് പറഞ്ഞ്. അങ്ങനെ സ്റ്റോപ്പ് മെമ്മോ തന്ന് ഞങ്ങൾ ലാബ് സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ ഇത്രയും ലക്ഷം രൂപ ഞങ്ങളുടെ പേരിൽ കടവാണ്. അപ്പോൾ നമുക്ക് ഒത്തിരി വിഷമമായി. ഞങ്ങളിവിടെ രാത്രി 8 മണി വരെ വന്നിരിക്കും. അമ്മ ഞങ്ങളെല്ലാവരും പുച്ഛിക്കുവാണ്, ഇങ്ങനെ പറയുന്നു, അമ്മയാണ് ആ സ്ഥാപനം തന്നത്, ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി, ഇനി അത് ഉണ്ടാവത്തില്ല, ഞങ്ങൾക്ക് ആ സ്ഥാപനം തിരിച്ചു തരണമെന്ന് പറഞ്ഞ്. അങ്ങനെ 8 മണിക്ക് ഞങ്ങൾ ഇവിടെ ഇരിക്കുമ്പോഴും ഞങ്ങൾക്ക് അമ്മ ഭയങ്കരമായി സുഗന്ധാഭിഷേകം തരുമായിരുന്നു. അപ്പം ഞങ്ങൾക്ക് മനസ്സിലായി അമ്മ ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്ന്. ഞങ്ങൾ ആ 3 മാസം അടച്ചിട്ട 3 മാസം കമ്പൽസറി ആയിട്ട് പ്രേക്ഷിത വേലയ്ക്ക് വീണ്ടും ഇറങ്ങാൻ തുടങ്ങി. ഓരോ വീടുകളിലും കയറി ഇറങ്ങി ഞങ്ങൾ പറഞ്ഞ് ആയിരുന്നു ആദ്യമേ സ്കോർ ഞങ്ങൾ വാങ്ങിച്ചത്. അതേപോലെ തന്നെ രണ്ടാമതും ഞങ്ങൾ ഇറങ്ങാൻ തുടങ്ങി. അങ്ങനെ ഇറങ്ങി ഫസ്റ്റ് പേപ്പറിന് സബ്മിറ്റ് ചെയ്തു. അപ്പം 3 മാസം സമയം എടുക്കും ഒരു പേപ്പർ കിട്ടാൻ വേണ്ടിയിട്ട് എന്ന് അവർ ഞങ്ങളോട് പറഞ്ഞ്. അപ്പോൾ ഓൺലൈനിലാണ് സബ്മിറ്റ് ചെയ്യുന്നത്. അതിൽ കാണിച്ചു 3 മാസം എടുക്കുന്നു. അപ്പം 3 മാസമൊക്കെ അടച്ചിടുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര വിഷമമാണ്. അപ്പോൾ ലോൺ എങ്ങനെ അടയ്ക്കും ഇത് അടച്ചിട്ട് കഴിഞ്ഞാൽ? അങ്ങനെ ഇരിക്കെ ഞങ്ങൾ ഇവിടുന്ന് പത്രമായി നേരെ തിരുവനന്തപുരം പോയി. അവിടെ പ്രേക്ഷിത വേലയും ചെയ്ത് പുള്ളിക്കാരിയെ നേരിട്ട് കണ്ടു. അങ്ങനെ അവർ ഞങ്ങളോട് പറഞ്ഞ്, ആദ്യം ചെന്ന് കണ്ടപ്പോൾ തന്നെ അവർ ഞങ്ങളോട് പറഞ്ഞ്, നടക്കില്ല, നിങ്ങൾ പൊക്കോ, ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റൂല, എനിക്ക് മാനേജറാണെങ്കിൽ ഇവിടെ ഇല്ല, പത്തനംതിട്ടയിൽ പോയിരിക്കുവാണെന്ന് പറഞ്ഞ്. അപ്പം ഞങ്ങൾ വിഷമിച്ച് അവിടെയൊക്കെ ഉപ്പും തൈലം വരച്ച് കുരിശ് വരച്ച് ഉപ്പും ഇട്ട് പ്രാർത്ഥിച്ച് അകത്ത് പോയി അവർ തിരിച്ച് വന്നിട്ട് ഞങ്ങളടുത്ത് പറഞ്ഞ്, നിങ്ങൾക്ക് വേണ്ടി മാത്രം ഞാനിത് ചെയ്തു തരാം, ഒരു പത്രം ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് പറഞ്ഞ് എനിക്ക് കൂടെ വേണ്ടി പ്രാർത്ഥിച്ചേക്കണം, ഇനി നിങ്ങൾ ഇവിടെ വരുമ്പോൾ ഞാനിവിടെ കാണത്തില്ല, ഇത് നിങ്ങൾ കൃത്യമായി അടച്ച് മുന്നോട്ട് കൊണ്ടുപോയിക്കോണം എന്ന് പറഞ്ഞ് അന്ന് തൊട്ട് 2 ദിവസത്തിനുള്ളിൽ ഞങ്ങൾക്ക് ആ പേപ്പർ കിട്ടി. 3 മാസം താമസമുണ്ടെന്ന് പറഞ്ഞ പേപ്പറാണ്. അങ്ങനെ ഓരോ പേപ്പറും ഞങ്ങൾ എടുക്കാൻ ചെല്ലുമ്പോഴും ഇത്ര താമസം ഉണ്ടെന്ന് പറയുന്നിടത്തൊക്കെ ഞങ്ങൾ കുരിശ് വരച്ച് ഉപ്പിട്ട് പ്രാർത്ഥിക്കും. ഓൺലൈനിൽ അപ്ലൈ ചെയ്തിട്ട് ഡയറക്റ്റ് ഞങ്ങൾ ചെന്ന് ഉപ്പിട്ട് പ്രാർത്ഥിക്കും. അങ്ങനെ 3 ആഴ്ച 4 ആഴ്ച എന്നൊക്കെ പറയുന്ന പേപ്പറുകൾ ഞങ്ങൾക്ക് 2 ദിവസം 3 ദിവസം കൊണ്ട് കിട്ടി. അങ്ങനെ എല്ലാമായിട്ട് DMO ഓഫീസിൽ ഞങ്ങൾ സബ്മിറ്റ് ചെയ്തു. അവർക്ക് ഞങ്ങൾ ലൈസൻസ് എടുക്കാതെ തുറന്നതിനുള്ള ദേഷ്യത്തിൽ അവർ ഞങ്ങൾക്ക് പേപ്പർ തരത്തില്ല എന്നായി. ഞങ്ങളത് വിഷമിച്ച് ഇവിടെ വന്നിരുന്ന് കരഞ്ഞു. ഇനിയും നീണ്ടുപോയാൽ നമുക്ക് വിഷമമാണ്, അമ്മ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് അത് തുറന്നു തരണമെന്ന് പറഞ്ഞ്. അപ്പോൾ പുറത്തെ എല്ലാ പാർട്ടിക്കാരെയും ഞങ്ങൾ പോയി കാണും, ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് അത് തുറക്കാൻ വേണ്ടി. അവർ പേപ്പർ പിടിച്ചു വെച്ചിരിക്കുമോ, തരുന്നില്ല. അപ്പം ഞങ്ങളിവിടെ വന്ന് അച്ഛനെ കണ്ട് ബ്ലെസ്സിങ് വാങ്ങിച്ച് അച്ഛൻ പൊയ്ക്കോളാൻ പറഞ്ഞ്.
അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ വന്ന് കണ്ടപ്പോൾ ഇവിടുന്ന് ഒരാൾ പുറത്ത് ഒത്തിരി പാർട്ടിക്കാരെ പോയി കണ്ടിട്ടും ആര് വിളിച്ചു പറഞ്ഞിട്ടും DMOയുടെ നമ്പർ അവരുടെ കയ്യിലിരിക്കും, അവർ അത് തരുന്നില്ല. അപ്പോൾ ഇവിടുന്ന് ഒരു ഫോൺ കോളിൽ അവിടേക്ക് പോയി 24 മണിക്കൂറിനുള്ളിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ലൈസൻസ് കിട്ടി. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ലാബ് തുറന്നു. അപ്പോൾ അടച്ചിട്ടിട്ട് തുറക്കുമ്പോൾ എല്ലാവരും പറയും നിങ്ങൾ അടച്ച് പോയി, നിർത്തിപ്പോയി എന്നൊക്കെ പറയും. അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് ഞങ്ങൾ രാവിലെ 5:45 ഞങ്ങളുടെ സ്ഥാപനത്തിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ഒരു ദിവസം ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങി വന്നപ്പോൾ 5:45 ഒരാൾ വെളിയിൽ നിൽക്കുക. അയാൾ ചോദിച്ചു എന്തായി നിങ്ങളുടെ പേപ്പർ കിട്ടിയോ എന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു ഇല്ല, ഇപ്പം കിട്ടും എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞ് നിങ്ങൾ ഇവിടുന്ന് നിർത്തിപ്പോയി. അപ്പോൾ പുള്ളി ഞങ്ങളോട് പറയുക ഇല്ല, അവർ പോയിട്ടില്ല, അവർ കൃപാസനത്തിലുണ്ട്, അവർ തിരിച്ചു വരുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന്. അത് അമ്മ തന്നെ വിട്ടതാണ്. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഒരു ആൾ അവിടെ വന്ന് 5:45 പറയേണ്ട ഒരു ആവശ്യവും ഇല്ല. അപ്പോൾ ആ സമയത്തൊന്നും അവിടെ ആരുമില്ല. പുള്ളി ഞങ്ങൾക്ക് വേണ്ടി അവിടെ വന്നിരുന്ന് സംസാരിച്ച പോലെ തോന്നി. അങ്ങനെ ഞങ്ങൾ സ്ഥാപനം തിരിച്ച് തുറന്നു. പഴയതിലും നന്നായി ഞങ്ങൾക്ക് ആ സ്ഥാപനം ഇപ്പോൾ കൊണ്ടുപോകുന്നുണ്ട്. എല്ലാവരും വരാൻ മടിക്കും അടച്ചിട്ടിട്ട് തുറന്നത് കാരണം. പക്ഷേ അമ്മ ഉള്ളിടത്തോളം പേടിക്കാതെ ഞങ്ങളങ്ങ് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ പഴയതിനേക്കാൾ കൂടുതൽ വരുമാനത്തിലാണ് ഇപ്പോൾ ഞങ്ങളുടെ സ്ഥാപനം പോകുന്നത്. അപ്പോൾ എല്ലാവരും പറയും എല്ലാവരും പറഞ്ഞ് നിൻ്റെ ചേച്ചിയുടെ അല്ലേ ഈ സ്ഥാപനം, നിൻ്റെ അല്ലല്ലോ എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ഒത്തിരി വിഷമമായി. ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് അത് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ അങ്ങനെ പറയുമ്പം കേട്ടപ്പോൾ ഭയങ്കര വിഷമമായി. പക്ഷേ അത് പറഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അടുത്ത സ്ഥാപനം ഇടാനായിട്ട് ഒരുങ്ങി. ഒരു ബാധ്യതയും ഇല്ലാതെ ഞങ്ങൾ 2ാമത്തെ സ്ഥാപനം അവളുടെ പേര് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പം ഞങ്ങൾക്ക് 2 പേർക്കും ഓരോ സ്ഥാപനമുണ്ട്. രണ്ടും നന്നായി പോകുന്നു. അങ്ങനെ ഞങ്ങൾ സ്ഥാപനം അങ്ങനെ പോയി. പിന്നെ ഞങ്ങൾ വെച്ചിരുന്നത് വീടിൻ്റെ കാര്യമായിരുന്നു. വീടിൻ്റെ കാര്യത്തിൽ ഇതേപോലെ 35 ലക്ഷം രൂപ മുടക്കിയാണ് ഞങ്ങളത് വെച്ചത്. അപ്പോൾ എല്ലാവരും അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ പറയും തൊട്ടപ്പുറത്ത് ഒരാളുണ്ട്, അവർ ആരെയും അവിടെ കിടത്തി കൊടുക്കത്തില്ല. അപ്പം ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായി. ഇവർ ഇറങ്ങുമ്പോൾ വന്ന് തലയിൽ കൈവച്ചിട്ട് പ്രാകും, നിങ്ങളിവിടെ കിടത്തത്തില്ല അങ്ങനെയൊക്കെ പറയും. അപ്പോൾ പോകുന്ന വഴി വണ്ടി ഇടിച്ച് ചാകും എന്നൊക്കെ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു. ഞങ്ങൾക്ക് ഒത്തിരി വിഷമമായി. പക്ഷേ ഞങ്ങൾ ഇവിടുന്ന് അമ്മയുടെ ഉപ്പും ലോക്കറ്റും കൊണ്ട് ഞങ്ങളുടെ വീടിന് 4 ചുറ്റിനും ഇട്ട്. പിന്നെ ഇന്ന് വരെ അവർ ഇതുവരെ ഒരു അക്ഷരം പോലും പറഞ്ഞിട്ടില്ല. കാരണം വീട് വെച്ച് ചെല്ലുമ്പോഴൊക്കെ അവർ ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ ചീത്ത പറയും, ബഹളം വയ്ക്കുകയും ചെയ്തിട്ട് പോലീസ് സ്റ്റേഷനിൽ പോകാനേ ഞങ്ങൾക്ക് നേരം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇന്ന് വരെ ഈ ഉപ്പും ഞങ്ങൾ ഉടമ്പടിയിൽ വന്നതിന് ശേഷം ഉപ്പും ലോക്കറ്റും ഇട്ടതിന് ശേഷം ഇന്ന് വരെ ഞങ്ങൾക്ക് അവരുടെ ഇന്ന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ തന്ന അമ്മയ്ക്കും തിരുകുമാരനും നന്ദി. പിന്നെ എൻ്റെ കുഞ്ഞിന് ചെവിയിൽ അലർജിയുടെ ഒരു അസുഖം ഉണ്ടായിരുന്നു, ചെവി പഴുക്കുമായിരുന്നു. അങ്ങനെ എല്ലാ ആഴ്ചയിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിരുന്നു ഞങ്ങൾക്ക് എപ്പോഴും ഇത്. അപ്പോൾ അവന് ഞങ്ങൾ തൈലം കുരിശ് വരച്ചതിന് ശേഷം പിന്നെ ഇന്ന് വരെ അത് വന്നിട്ടില്ല. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്കും തിരുകുമാരനും 1000 നന്ദി. പ്രേക്ഷിത വേലയായിട്ട് നമ്മൾ ചെയ്യുന്നത് പത്രപ്രേക്ഷിത വേല കൃത്യമായിട്ട് വീടുകളിൽ കൊണ്ടുപോയി കൊടുക്കും. പിന്നെ ഹോസ്പിറ്റലിൽ എല്ലാ ആഴ്ചയിലും നമ്മൾ വണ്ടാനം ഹോസ്പിറ്റലിൽ പോകും. പിന്നെ വഴിയരികിൽ ഒരു അപ്പച്ചനെയൊക്കെ കണ്ടപ്പോഴത്തേക്കും നമ്മൾ അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും കറക്റ്റായിട്ട് ട്രീറ്റ്മെൻ്റ് ഒക്കെ കൊടുക്കുകയും അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റി. പിന്നെ ബ്ലഡ് കൊടുക്കുക, അങ്ങനെ കുറേ പ്രേക്ഷിത വേല നമുക്ക് ചെയ്യാൻ പറ്റി. അതൊക്കെ നമ്മൾ ഉടമ്പടിയിൽ വന്നതിന് ശേഷം മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റിയത്. പിന്നെ എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. ഉടമ്പടിയിൽ വരുന്നതിന് മുന്നേ ഞാൻ ചീത്ത പറയും, ഭയങ്കര ദേഷ്യമാണ്. ആർക്കും അങ്ങനെ മിണ്ടാനോ ഒന്നും സംസാരിക്കാനോ പറ്റാത്ത രീതിയിലുള്ള ഒരു സ്വഭാവ രീതിയായിരുന്നു എൻ്റേത്. അതൊരു ചിട്ടയായി മാറി ഒരു സൗമ്യമായിട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലേക്കും അങ്ങനെ ചിട്ടയായിട്ടൊരു ജീവിത രീതി അമ്മ എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി അമ്മയോട് പറയുന്നു.